ഈ വേൾഡ് കപ്പിൽ ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിച്ചത് ആഫ്രിക്കൻ ടീമുകളാണ്. കാരണം 10 ടീമുകളാണ് ഈ ലോകകപ്പിന് വന്നത്. അതിൽ 9 ടീമുകളും റൗണ്ട് ഓഫ് 32 മുന്നേറി. ടുണീഷ്യ മാത്രമാണ് പുറത്തു പോയത്. അത് എനിക്ക് തോന്നുന്നത് ഒരു നോർത്ത് ആഫ്രിക്കൻ കൺട്രീസ് ഭയങ്കരമായ മുന്നേറ്റം ഉണ്ടാക്കി. മൊറോക്കോ, അൾജീരിയ, അവിടെ എനിക്ക് തോന്നുന്നത് ലിബിയ അല്ലാത്ത ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈജിപ്ത് ആയാലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ആഫ്രിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങളുണ്ട്, മറ്റൊന്ന് യൂറോപ്പാണ്. കാരണം യൂറോപ്യൻ ടീമുകളെല്ലാം ആഫ്രിക്കക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്രാൻസിൻ്റെയൊക്കെ ഫസ്റ്റ് 11 ആകെ 2 വൈറ്റ് പ്ലേയേഴ്സേ നിലവിലുള്ളൂ. തിയോ ഹെർണാണ്ടസും റാബിയോ മാത്രമേ ഫസ്റ്റ് 11 നമ്മൾ കാണുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഈവൻ ഇംഗ്ലണ്ട് പോലും പകുതിയിലധികം ബ്ലാക്ക് പ്ലേയേഴ്സായി. ഈ വരും കാലം ഒരു ബ്ലാക്ക് ഫുട്ബോളിൻ്റെ കാലമായിരിക്കും. എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി എനിക്കൊന്ന് യൂറോപ്പ് ബേസിക്കലി റോ ടാലൻറ്റ് എന്നായിരുന്നു അതിനെ വിളിച്ചത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ബ്ലാക്ക് മന്ത് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യും ഇംഗ്ലണ്ടിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു സെഷനൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ വി ഗെറ്റ് റോ ടാലൻറ്റ് ഫ്രം ആഫ്രിക്ക എന്ന് പറയും. അപ്പോൾ അവർ ആ ആത്ലീറ്റ്സിനെ ബേസിക്കലി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ പട്ടികളെ പോലെ ഓടി ഇപ്പുറത്തുനിന്ന് ബോൾ എടുത്ത് അപ്പുറത്ത് കൊടുക്കാനും അപ്പുറത്ത് വരുന്ന ബോളിനെ ഡിഫൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് അവരുടെ ഹാഫിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയായിരുന്നു ഒരു തരം, എനിക്ക് തോന്നുന്നു, ഒരു മോഡേണൈസ്ഡ് ഫോം ഓഫ് സ്ലേവറി റീസ്ട്രക്ചേർഡ് ഇൻ ദ ഫോം ഓഫ് ഫുട്ബോൾ. അങ്ങനെയായിരുന്നു എപ്പോഴും ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും മറക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ജോർജ് വേവ് ഒരു ബാലൻഡിയോർ വിന്നറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സാഡിയോ മാനെ, യായാ ടൂറെ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അവരാരും ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റത്തിൽ നിന്നല്ല വന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാനൊരു ബാലൻഡിയോർ വിന്നറിൻ്റെ പേരാണ് പറഞ്ഞത്, ഫ്രം ആൻ ആഫ്രിക്കൻ കൺട്രി. അപ്പം ഈ സ്ട്രക്ചേർഡ് സിസ്റ്റം എപ്പോഴും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാത്രമായിരുന്നു യൂറോപ്യൻസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക്കലി ദേ സോൾഡ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ അവർ ഇമിഗ്രേഷൻ ഒരു ക്യാൻഡിയെ കാണിച്ചിട്ട് പ്രോപ്പർ എന്താ പറയുക പേപ്പർ വർക്ക് പോലും ഇല്ലാതെയാണ് കുറേ ഫസ്റ്റ് ജനറേഷൻ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഫുട്ബോൾ പ്ലെയേഴ്സ് അവിടെ എത്തിപ്പെടുന്നത്. ഈ സ്ട്രക്ചറിനെ അവർ കുറേ യൂസ് ചെയ്തു. ഇനീഷ്യലി ഇത് ഭയങ്കര ഒരു ഫില്ലിങ് ദ ഗ്യാപ്പായിരുന്നു. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഇപ്പം നിങ്ങളിപ്പോൾ ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റിയൽ മെഡ്രിഡ് ഇങ്ങനത്തെ ക്ലബ്ബുകളുടെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈനപ്പ് അല്ലെങ്കിൽ അവരുടെ ആ സീസണിലെ സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുകയാണെങ്കിൽ ദ പ്ലേ മേക്കർ ടു ദ പേഴ്സൺ ഹു ടേക്സ് ദം ടു വിക്ടറീസ് ഇസ് നോട്ട് ഫ്രം ദാറ്റ് കോണ്ടിനെൻറ്റ്. ഇത് മനസ്സിലായി തുടങ്ങുന്ന സമയവും ആഫ്രിക്കൻ ഫുട്ബോൾ സ്ട്രക്ചറൈസ് ചെയ്ത് തുടങ്ങിയ സമയവും സിമിലർ ആയിരുന്നു. അതിൽ ഒബ്വിയസ്ലി കാഫിൻ്റെ കുറേ ചേഞ്ചസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലെ AIFF കുറിച്ച് പറയുന്ന പോലെ അവിടെ ഒരു ഫെഡറേഷൻ തീരുമാനിച്ചു, ഇത്രയും പേര് ഇവിടുന്ന് പെട്ടിയും എടുത്ത് യൂറോപ്പിൽ പോയി അവിടുത്തെ സ്റ്റാർഡമും അവിടുത്തെ കമേഴ്ഷ്യലൈസേഷൻ്റെ ടോപ്പിൽ നിൽക്കുവാണെങ്കിൽ വൈ കാൺ വി മോണിറ്റൈസ് ദാറ്റ്? ഒബ്വിയസ്ലി അവർക്ക് പ്രസിഡൻഷ്യൽ ചേഞ്ച് ഉണ്ടായി, സിസ്റ്റമിക് ചേഞ്ചസ് ഉണ്ടായി. ഇപ്പം എൻ്റെ കൂടെ ഫിഫ മാസ്റ്റർ പഠിച്ച ഈജിപ്തിൽ നിന്നും അങ്ങനത്തെ കൺട്രീസിൽ നിന്ന്, ഈജിപ്ത്, റുവാണ്ട എന്നൊക്കെ വന്ന കുട്ടികളൊക്കെ തിരിച്ചു പോയിട്ട് അവരുടെ ഫെഡറേഷനിലെ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ചെയർസിലായിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിലല്ലേ ഇരിക്കുന്നത്. അപ്പം ആ ഒരു എക്സ്പെർട്ടീസിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ പാരലലിയാണ് അവർ ബിൽഡ് ചെയ്തത്. അവർ മറ്റേ ഇപ്പം നെതർലൻഡ്സിലും അല്ലെങ്കിൽ സ്വീഡൻ്റെ ഒക്കെ കുറേ ക്ലബ്സ് ഉണ്ട്. എന്താ പറയുക, ഇവിടെ ക്ലബ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ച അക്കാഡമി ക്ലബ്സ് എന്നാണ് അതിനെ വിളിക്കുക. അവർ 12 ഇയർ 13 ഇയർ ഓൾഡ്സിനെ എടുത്ത് ഒരു പോയിന്റിൽ എത്തുമ്പം ബേസിക്കലി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അജാക്സ്, അല്ലെങ്കിൽ ബുണ്ടസ് ലീഗയിലെ ബൊറൂസിയ ഡോട്ട്മൻ, ഇവരുടെയൊക്കെ ബാലൻസ് ഷീറ്റ് എടുത്താൽ മനസ്സിലാവും. ഇവർ ബേസിക്കലി 0 കോസ്റ്റിൽ ഒരു പ്ലെയറിനെ കൊണ്ടുവരും. എന്നിട്ട് ഈ പ്ലെയറിനെ ഇവരുടെ യൂത്ത് അക്കാഡമിയിൽ നിന്ന് സീനിയർ അക്കാദമിയിലേക്ക് കൊണ്ടുപോകുന്നു, എൻറ്റയർ ട്രാൻസിഷൻ ചെയ്യുന്നു, അവരുടെ കുറച്ച് സീസൺസിൽ ട്രോഫീസ് വാങ്ങിക്കുന്നു, പിന്നെ വിൽക്കുന്നു. സോ ബേസിക്കലി യു ബോട്ട് സംതിങ് ഫോർ 0 ആൻഡ് ദെൻ യു സെൽ ഇറ്റ് ഫോർ മില്യൺസ്. അപ്പോൾ ഈ ക്ലബ്സ് വേഴ്സസ് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ബാർസലോണൻ്റെ ബാലൻസ് ഷീറ്റിൽ ഇത്രയും വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. ദേ ആർ സ്മാർട്ടർ ടു ഡു ദാറ്റ്. ഈ ക്ലബ്ബുകൾ നിർത്തലാക്കിയിട്ടില്ല. ക്യാഫ് അവിടെ ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്തത് എന്താ വെച്ചാൽ, ഒന്ന് ഈ ക്ലബ്ബുകളുടെ ഫോർമാറ്റ് ഒരു മോഡലാക്കി മാറ്റി. ആൻഡ് ദേ സ്റ്റാർട്ടഡ് വിത്ത് കൺട്രീസ് ദാറ്റ് ഹാവ് great amount of patriotism. ഇപ്പോൾ ഇഫ് യു ലുക്ക് ഈജിപ്ത്, മൊറോക്കോ, അൾജീരിയൻ പ്ലേയേഴ്സിൽ പാതി അൾജീരിയൻസ് ഫ്രാൻസിലാണ് താമസിക്കുന്നത്. ദേ വെൻ ടു ദ റൈറ്റ് പ്ലേസസ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലും പോയി ചെയ്യായിരുന്നു, പക്ഷേ ദേ ന്യൂ റഗ്ബി ഈസ് ഹ്യൂജ് ഇൻ സൗത്ത് ആഫ്രിക്ക. എനിക്ക് തോന്നുന്നു അവർ സ്ട്രാറ്റജിക്കലി പ്ലേ ചെയ്തു ആസ് എ ഫെഡറേഷൻ. ആൻഡ് ദർ എ കോൺഫെഡറേഷൻ. ഇന്ത്യ പോലെ ഒരു സിംഗിൾ നേഷൻ അല്ല, ഞാൻ AFC പോലെ ആ കോൺഫെഡറേഷൻ എടുത്ത കുറച്ച് തീരുമാനങ്ങൾ റിയലി ഹെൽപ്ഡ് ആഫ്രിക്ക ടു റിയലൈസ് ദാറ്റ് നമ്മളെ കയ്യിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ സിസ്റ്റം ഫിക്സ് ചെയ്ത് അതിൻ്റെ കമേഴ്ഷ്യൽ റിക്വയർമെൻറ്റ്സ് ഫിക്സ് ചെയ്ത് ഇതിൻ്റെ ഇൻപുട്ട് പാത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
നോട്ട് ഓൺലി ദാറ്റ് യു ക്യാൻ ബിൽഡ് എ സ്ക്വാഡ് ഹിയർ, അവിടേക്ക് പോയ ആൾക്കാരെ നാഷണലിസവും പേട്രിയോട്ടിസവും ഫോർ ദ ലവ് ഓഫ് യുവർ ലാൻഡ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് പേര് തിരിച്ചു വന്നു. ഇപ്പോൾ ഫ്രാൻസിൽ ജനിച്ച 100-120 പ്ലേയേഴ്സാണ് മറ്റ് കൺട്രീസിൽ കളിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു പ്രശ്നം കൂടെ ആയിരിക്കും. അതെനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു സ്പ്രിൻറ്റ്, അതായത് അത്ലറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 100 മീറ്റർ റേസിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള 10 താരങ്ങളെടുത്ത് എല്ലാവരും ബ്ലാക്കാണ്. സമയം ഫുട്ബോളിൽ ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബ്ലാക്ക്സ് ഫുട്ബോളിലേക്ക് വരുന്നതോടുകൂടി ഇനി ഫുള്ള് അവരുടെ ഒരു ഡോമിനേഷൻ ആവോ, ഒരു അത്ലറ്റിക്കൊക്കെ പോലെ? അതായത് അവരുടെ ഒരു ഫിസിക്കാലിറ്റി നമുക്കറിയാം ബ്ലാക്സിൻ്റെ, അതൊരു അഡ്വാൻറ്റേജ് ആക്കിയിട്ട് മൊത്തമായിട്ട് ബ്ലാക്സ് ഫുട്ബോളിനെ ഡോമിനേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഡോമിനേറ്റ് ചെയ്യുമെന്ന് അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ടെക്നോളജിയൊക്കെ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലണ്ട് പോലത്തെ ഒരു രാജ്യത്തിൽ ഞാൻ 2-3 വയസ്സുള്ളൊരു കുട്ടിയാണ് ഹൗ ടു പ്ലേസ് യുവർ ഫുട്ട് നെക്സ്റ്റ് ടു എ ബോളാണ് പഠിക്കുന്നത്. ഞാനിവിടെ കേരളത്തിലുള്ള കുറച്ച് ലെജൻഡറി ഫുട്ബോൾ പ്ലേയേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് എപ്പോഴും പറയുന്നത്, ആയിഷ, ഞങ്ങൾ പന്ത് പ്രൊഫഷണലി തട്ടാൻ തുടങ്ങുന്നത് ഞങ്ങളുടെ mid-20s അപ്പോൾ mid-20s എന്ന് പറഞ്ഞാൽ ഒരു ആണിൻ്റെയോ ഒരു പെണ്ണിൻ്റെയോ കാലിൻ്റെ ഫോം അല്ലെങ്കിൽ ആ ഫുട്ടിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി ഫോംഡ് ആണ്. പ്ലസ് ഇവർ തട്ടുന്ന ടെക്നിക്ക് ഇസ് നോട്ട് വാട്ട് ഇസ് പ്രിസ്ക്രൈബ്ഡ്. ഇവർ മറ്റേ കണ്ടത്ത് കളിക്കുന്ന പോലെയാണ് തട്ടുന്നത്. സോ ദാറ്റ് ദെൻ എഫക്ട്സ് യുവർ ലിഗമെൻറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ഈ സ്പോർട്സ് ഫിസിയോ കാര്യങ്ങൾ. നൗ നമ്മൾ ഇംഗ്ലണ്ടും ഫ്രാൻസും അവർക്കൊക്കെ ഒരു ബേസിക് സുപ്രീമസി ഉണ്ട്. ആ സുപ്രീമസീനെ കാത്തു സൂക്ഷിക്കാൻ അവർ കുറച്ച് പേരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഇൻടേക്ക് കുറയുമ്പം ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡോമിനൻസ് നമുക്ക് മനസ്സിലായി തുടങ്ങും. ഇപ്പോൾ ഇംഗ്ലണ്ട് ഒളിമ്പിക്സ് ടീം, ദേ ആർ വെൽ നോൺ ഫോർ ദ കൈൻഡ് ഓഫ് ക്വാളിറ്റി. അതിപ്പോൾ ജിംനാസ്റ്റിക്സ് ആണെങ്കിലും റോയിങ്, അത്ലറ്റിക്സിൽ അത്ര ഇല്ലെങ്കിലും ഐ മെൻറ്റ് ഇൻ അതർ ഒളിമ്പിക് കാറ്റഗറീസ് ഞാൻ എപ്പോഴും എക്സലൻ്റ് ആയിട്ട് കാണുന്ന ടീംസാണ് ബ്രിട്ടൻ, കാനഡ, ഇങ്ങനത്തെ ടീംസ്. ഇവരൊക്കെ പ്രോപ്പർ വൈറ്റ്സ്, ഇവർക്ക് ജെനറ്റിക് അഡ്വാൻറ്റേജ് ഇല്ല നമ്മൾ പറഞ്ഞ പോലെ. പക്ഷേ വാട്ട് ദേ വിൽ ഡു ഇസ് ദേ വിൽ സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ വാട്ട് മാറ്റേഴ്സ് ടു ദം. ഈ പറയുന്ന പോലെ ഇവിടെ പോയി ഇത് ബിൽഡ് ചെയ്ത് എന്തായാലും കൊണ്ടുവന്നേ പറ്റൂ. ബിക്കോസ് ദേ കാണ്ട്, ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് ദ കേപ്പബിലിറ്റി ടു മേക്ക് എ 22 മെമ്പർ സ്ക്വാഡ്. ആൻഡ് ഈ രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ആയിരിക്കാം, ഓവർ വർക്ക്, ഓവർ സോഷ്യൽ മീഡിയ, ഓവർ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഇൻ ജനറൽ കോൺവെർസേഷൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ദാറ്റ് പോപ്പുലേഷൻ ഇസ് ഏജിങ്. യൂറോപ്യൻ പോപ്പുലേഷൻ ഇസ് ഏജിങ് അറ്റ് എ റേറ്റ് ദറ്റ് യു ആർ അൺഏബിൾ ടു ഫൈൻഡ് യങ് പീപ്പിൾ. ആൻഡ് ഈവൻ ഇഫ് യു ഫൈൻഡ് യങ് പീപ്പിൾ, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. അപ്പോൾ ആ കോണ്ടിനെൻ്റെ ഒരു പ്രശ്നത്തിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഫിൻലൻഡ് സിറ്റിസൺഷിപ്പ് തരുന്നുണ്ട്, വരൂ പിള്ളേരുണ്ടാക്കോ, അല്ലെങ്കിൽ സ്വീഡനിലേക്ക് പോകും, അല്ലെങ്കിൽ സ്പെയിനിൽ വീട് വാങ്ങിച്ചാൽ സിറ്റിസൺഷിപ്പ് തരാം. ഇത് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. അതേ സമയത്ത് വെൻ യു ഗോ ഡൗൺ ടു ആഫ്രിക്ക, അവിടുത്തെ ഹെൽത്ത് കെയറും അല്ലാത്ത പ്രശ്നം കാരണം അവിടുത്തെ ഏജിങ് പോപ്പുലേഷൻ ഓൾറെഡി മരിച്ചു. And there's a lot of youth. And this youth has so much potential that they didn't have a pathway to go. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ രണ്ട് കാര്യവും പാരലലി നടക്കുന്നതുകൊണ്ട് മേ ബി ഇൻ ദ നെക്സ്റ്റ് 20 years നമ്മൾ എല്ലാ വേൾഡ് കപ്പിലും, ഇപ്പം പിന്നെ നമ്പർ ഓഫ് ടീംസ് കൂട്ടിയതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഈ വേൾഡ് കപ്പിൽ അത് നമ്മളെ ഹിറ്റ് ചെയ്തത്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ഹിറ്റ് ചെയ്യാഞ്ഞിട്ടല്ല. വി ഓൾ ഹാവ് ടു റിമെമ്പർ, നമ്മൾ മൊറോക്കോനെ കണ്ടു, ഫസ്റ്റ് അറബ് നേഷൻ, ഫസ്റ്റ് ആഫ്രിക്കൻ നേഷൻ ടു മേക്ക് ഇറ്റ് ദെയർ. പക്ഷേ നമുക്കത് അത്ര നമ്മളിങ്ങനെ സംസാരിച്ചില്ലല്ലോ. ആഫ്രിക്കൻ ഫുട്ബോൾ എന്നൊന്നും ആരും പറഞ്ഞില്ല. മൊറോക്കോ എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് ആഫ്രിക്കൻ ഫുട്ബോളിനെ കുറിച്ച് ആരും സംസാരിക്കാഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ 48 ടീംസായി. അതിൽ നമുക്കൊരു വലിയ നമ്പറാണ് 10. ആ 10ൽ 9 പേര്, പിന്നെ അതിലുണ്ടായ പെർഫോമൻസസും, വി ആർ ടോക്കിംഗ് അബൌട്ട് ആബ്സല്യൂട്ട്നെസ്. ഇപ്പം അർജൻറ്റീന കേപ്പ് വെർദേൻ്റെ ഗെയിമൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ അർജൻറ്റീനൻ ഫാനും ഒരു നിമിഷത്തേക്ക് അവർക്ക് വേണ്ടി ഒന്ന് സന്തോഷിച്ചു. ലൈക്ക്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഗെയിം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പം വെൻ ദീസ് 2 തിങ്സ് പാരലലി ഹാപ്പൻ. അപ്പോൾ ഇത് പാരലലി നടക്കുമ്പം ഒരു രാജ്യം ഫുൾ എഫേർട്ട് ഇടുകയാണ്, അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ്, മൈഗ്രേഷൻ, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് DR കോങ്കോ ഫുട്ബോൾ റിവൈവ് ചെയ്തൊരു കൺട്രിയാണ്. ഇപ്പോൾ കേപ്പ് വെർദെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് സ്മോളസ്റ്റ് നേഷൻ, ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ വന്നു. പക്ഷേ DR കോങ്കോ അങ്ങനെയല്ല. 1950s വേൾഡ് കപ്പിൽ വന്ന ആൾക്കാരാണ്. 50 വർഷം എടുത്തു അവർക്കത് ബ്രേക്ക് ചെയ്യാൻ. ബിക്കോസ് അവർക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, അവരുടെ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ നമുക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ രീതിയിലൊരു ഡോമിനൻസ് അല്ലെങ്കിലും ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡിസ്ക്രിമിനേഷൻ, ഡൈവേഴ്സിറ്റി പ്രശ്നം അതൊക്കെ ഭയങ്കരമായിട്ട് കുറയും. പിന്നെ ആക്ച്വലി ഇഫ് യു ലുക്ക് കുറേ ഇപ്പോൾ മൊറോക്കോയിൽ നോക്കുകയാണെങ്കിൽ മൊറോക്കോൻ്റെ ടീം ഒരു ഗുഡ് എക്സാമ്പിളാണ്. അതിനകത്തുള്ള അധികം ആൾക്കാരും ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ നെതർലൻഡ്സ്, ഫ്രാൻസ് ഓർ ഇൻ അതർ കൺട്രീസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയും സന്ദർശിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഈ പ്ലേയേഴ്സ് ബ്ലാക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്കൊരു പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഭീകരമായിട്ടുണ്ട്. അവിടുത്തെ ഈ നാഷണൽ റാലി എന്നൊക്കെ പറയുന്ന എന്താ പറയുക, ഫാർ റൈറ്റ് വിങ് ഒക്കെ ഇതിനെതിരാണ്. ഇപ്പോൾ എംബാപ്പയൊക്കെ അതിനെതിരെ വരുന്നതൊക്കെ നമ്മൾ കണ്ടു.
അപ്പോൾ അവിടുത്തെ ഒരു കോമൺ പബ്ലിക്കിന് ഇങ്ങനെ ഈ ഒരു ടീം ബ്ലാക്ക് ആകുന്നതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ബേസിക്കലി ഞാൻ റേസിസത്തിനെ കുറിച്ച് വളരെയധികം എനിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഐ എം ഓൾസോ എൻ ഇന്ത്യൻ ബ്രൗൺ വുമൺ ഇൻ ദ സ്പേസ് ഓഫ് സ്പോർട്ട്, റൈറ്റ്? എനിക്കിതിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുട്ബോൾ അല്ല റേസിസം എക്സ്പോസ് ചെയ്യുന്നത്. റേസിസം സൊസൈറ്റിയിലെ ഒരു കാര്യമാണ്. ഫുട്ബോൾ ഒരു പലവരെയും ഒന്നിച്ചൊരു റൂഫിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്ന ഒരു സ്പെക്ടക്കിൾ ആയതുകൊണ്ട് നമ്മളെ സൊസൈറ്റിയിലുള്ള റിഫ്ലക്ഷൻ നമുക്ക് അവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ഒരു റാഷ്ഫോർഡോ ഒരു എംബാപ്പേനെയോ 80,000 ആൾക്കാർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഇസ് ബിക്കോസ് നമ്മൾ ആ ബോളിനകത്ത് അവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസിലായതുകൊണ്ടാണ്. പക്ഷേ അതേ സമയത്ത് അതേ സ്റ്റേഡിയത്തിൻ്റെ പുറത്തെടുത്ത് റോട്ടിൽ നടക്കുമ്പോഴും അവിടെ 1000 എംബാപ്പേസും 2000 റാഷ്ഫോർഡ്സും ഉണ്ട്. അവരും ഈ സെയിം റേസിസത്തിനോട് തന്നെ എക്സ്പോസ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സൊസൈറ്റീൻ്റെ ഒരു റിഫ്ലക്ഷൻ ഫുട്ബോൾ എന്നുള്ള രീതിയിൽ കാണുന്നതേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൻ്റെ ഫുട്ബോൾ ബ്ലാക്ക് ലിസ്റ്റിൻ്റെ ഫൗണ്ടർ ലിയോൺ മാൻ, ഒരു വെരി ഗുഡ് ഫ്രണ്ട്, പുള്ളി ഇത് തുടങ്ങാൻ കാരണം പുള്ളിക്ക് അറേബ്യൻ ഐലൻഡ്സ് നിന്ന് വന്ന് ഇംഗ്ലണ്ടിൽ ഫുട്ബോളിനെ അത്രയും വലുതാക്കി. ഇപ്പോൾ ഫുട്ബോൾ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫോറമാണ്. ആ ഫോറത്തിൽ പുള്ളിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത് മനസ്സിലാക്കി മാറാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ആൻഡ് വാട്ട് ഹീ സേസ് ഇസ് അധികവും യങ്ങർ ജനറേഷനാണ്. ഈ ഓൾഡർ ആൾക്കാർ ഇപ്പോഴും മറ്റേ ക്വീൻ എലിസബത്തിൻ്റെ മ്യൂസിയത്തിലുള്ള സാധനങ്ങൾ മൊത്തം ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ അടുത്ത് നമുക്ക് പോയി റേസിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് റേസിസം ആ സൊസൈറ്റീൻ്റെ റിഫ്ലക്ഷനാണ്. അതിപ്പം നമ്മളിപ്പോൾ ഫുട്ബോൾ ലെവലിൽ ഈ ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ നാട്ടിൽ തന്നെ വർക്കിൻ്റെ ഡിഗ്നിറ്റി കാരണം ഒരു മീൻകാരനെ നോക്കുന്ന പോലെ അല്ല ഒരു എഞ്ചിനീയറിനെ നോക്കുന്നത്. വെരി സിമ്പിൾ. പക്ഷേ ആ 2 പേർക്കും അവിടെ ഡിഗ്നിറ്റി ഓഫ് വർക്ക് ഉണ്ട്. അതേസമയത്ത് നിങ്ങൾ യൂറോപ്പിൽ പോയാൽ ആ പ്രശ്നമില്ല. അവിടെ ഇഫ് യു ആർ എ ബൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിലും ഒരു എഞ്ചിനീയർ ആണെങ്കിലും ഒരു പ്ലംബർ ആണെങ്കിലും യു ഓൾ ഹാവ് ദ സെയിം ഡിഗ്നിറ്റി ഓഫ് വർക്ക്. അപ്പോൾ ആ കാര്യത്തിൽ അവർ അടിപൊളിയാണ്. ഇവിടെ നമുക്ക് പിന്നെ അത്രയും റേഷ്യൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതൊരു സൊസൈറ്റിയൽ പ്രോബ്ലം. പക്ഷേ ഫുട്ബോൾ എന്ന ആ ലിറ്റിൽ സർക്കിളിൻ്റെ അകത്ത് ഇറ്റ്സ് ഈസിയർ. പിന്നെ ഒബ്വിയസ്ലി ഈ ഓൺലൈനും കൂടി വന്നു കഴിയുമ്പം ഈ ഓൺലൈൻ അബ്യൂസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാൻ കണ്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ദാറ്റ് ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്ന ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സിലും ഇംഗ്ലണ്ട് ഒരു ചരിത്രം ഉണ്ടല്ലോ തോറ്റ് വരുന്നതിൻ്റെ സമയത്ത് ഇംഗ്ലീഷ് ഹൗസസിൽ നടക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവരത് കോറിലേറ്റ് ചെയ്തു. അവരിൽ കുറച്ച് നല്ല റിസർച്ച് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ വിചാരിക്കുമോ വീട്ടിലെ ആൾക്കാർ വന്ന് ഭാര്യനെ തല്ലുന്നത് ഫുട്ബോളിൻ്റെ ദേഷ്യം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക പോലുമില്ല. പക്ഷെ അവരത് കോറിലേറ്റ് ചെയ്ത് അനാലിസിസ് ചെയ്തപ്പം അവർക്ക് എപ്പോഴും ഗ്രാഫിലൊരു സ്പൈക്ക് ഉണ്ട്. വിച്ച് ഇസ് ഇംഗ്ലണ്ട് ടീം ഫുട്ബോളിൽ അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ എൻറ്റയർ നേഷനിൽ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ഇസ് ടു ഹൈ. അപ്പോൾ ആ ഒരു ഫുട്ബോൾ റൈവൽറി കൺവേർട്ട് ആയിപ്പെടുന്നത് വേറെ തന്നെ രീതിയിലാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഫുട്ബോൾ ഒരു മിററാണ് ടു സീ എ ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് അതർവൈസ് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയുടെ റേഞ്ചിലുള്ള ഒരുപാട് രാജ്യങ്ങളായിരുന്നു ഈ കേപ്പ് വേർഡ്. നമ്മൾ ഇന്ത്യനേക്കാൾ താഴെയുള്ളവരായിരുന്നു, കോങ്കോ ഒക്കെ ആയാലും. പക്ഷെ ഇവരുമായിട്ടൊക്കെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ഇന്ത്യക്കുള്ള ബാരിയർ എന്താണ്? ഒരു വേൾഡ് കപ്പിലേക്ക് ഇനിയും, അതായത് 48 കൺട്രീസ് ആകുമ്പോൾ ഒരുവിധം എല്ലാ കൺട്രീസും എത്തി, ഒരു ബേസിക് ഫുട്ബോൾ തട്ടുന്ന രാജ്യങ്ങളിലേക്ക് എത്തി, എന്നിട്ടും നമുക്ക് പോയി എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അടിസ്ഥാനമായിട്ട് നമ്മുടെ പ്രശ്നം? ഭയങ്കര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം ഇപ്പം ഞാൻ ബേസിക്കലി ഒരു 2002 തൊട്ട് ഫുട്ബോൾ കാണുന്ന ഒരാളാണ്. വിച്ച് മീൻസ് അന്ന് എനിക്ക് ഫുട്ബോൾ മനസ്സിലാവുന്നൊരു പ്രായം. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ കുറേ ഫുട്ബോൾ കണ്ടു. ലെറ്റ്സ് സേ ഓൾമോസ്റ്റ് എത്രയോ എഡിഷൻസ് ഓഫ് വേൾഡ് കപ്പ് കാണുന്നു. പിന്നെ ഇപ്പം ഞാൻ ക്യാഫിൻ്റെ കാര്യം പിന്നെ എടുത്തു പറയാൻ കാരണം അവർ ആഫ്രിക്കൻസ് നേഷൻസ് കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി. അവർ പല രീതിയിലും ആ കോൺഫെഡറേഷനെ ബെറ്റർ ആക്കാൻ നോക്കുക. AFCയും ശ്രമിക്കുന്നുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അവിടെയൊക്കെ ഇപ്പം എല്ലാവരും പറയും കേപ്പ് വെറുതെ മറ്റേ 4000 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ, ഇത്ര ആൾക്കാരേ ഉള്ളൂ, നമ്മൾ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു സംടൈംസ് സ്ട്രക്ചർ സ്മോളർ ആകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, 3 പേര് ഒരു കാര്യം ചെയ്യുന്നതും 30 പേരെ കൊണ്ട് ആ സെയിം കാര്യം ചെയ്യിപ്പിക്കലും എളുപ്പം ഏതാണ്? 3 പേരെ കൊണ്ട് ചെയ്യിക്കുന്ന. സംടൈംസ് നമ്മളുടെ ബ്രില്യൻസ് ആണ് നമ്മളുടെ ഡിസഡ്വാൻറ്റേജ്. എല്ലാ ന്യൂസ് ആർട്ടിക്കിളിലും എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ കേൾക്കുന്നതാണ് 1.6 ബില്യൺ പീപ്പിൾ, സച്ച് എ ബിഗ് കൺട്രി, യു ഹാവ് സോ മച്ച് മണി, റിലയൻസ് ഹാസ് സോ മച്ച്. ഇതൊക്കെ ഉണ്ടായിട്ടും വൈ ഡു യു നോട്ട് ഹാവ് എ 22 മെമ്പർ സ്ക്വാഡ് എന്ന് ചോദിക്കുമ്പം ദാറ്റ് എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം. ഇപ്പം നമ്മളിപ്പം വെറും കേരളത്തിനോട് പറയാണ്, ഓക്കെ ഇത്ര ഫണ്ടിങ് തരുന്നു, നിങ്ങൾ കേരളത്തിലുള്ള 14 ജില്ലകളെ വെച്ചിട്ട് നിങ്ങളൊരു വേൾഡ് കപ്പ് സ്ക്വാഡ് ഉണ്ടാക്കും. ഐ എം ടെല്ലിങ് യു ഇൻ 10 years ദാറ്റ്സ് പോസിബിൾ. 10 വർഷത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയ
രാജ്യം, ഇത്രയും പൊളിറ്റിക്കൽ ഡിഫറൻസസ്, ഭാഷയുടെ ഡിഫറൻസസ്, റിലിജൻ ഡിഫറൻസസ്, പിന്നെ നമ്മുടെ ഐഡിയോളജീസിലുള്ള ഡിഫറൻസസ്, ഈ ഡിഫറൻസസ് ഒക്കെ വെച്ചിട്ട് നമ്മളെടുത്ത് ഒരു സ്ക്വാഡ് റെഡി ഫോർ ഇൻ്റർനാഷണൽ ലെവൽ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പൊളിറ്റിക്കൽ ഫോൾ ബാക്സ് വരും. ഇനി ഇതെനിക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കേപ്പ് വെർദെ ആയിട്ട്. പക്ഷേ ഒബ്വിയസ്ലി കേപ്പ് വെർദെയോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി ഫുട്ബോൾ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തൊരു കൺട്രിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പാണ് ഈ DR കോങ്കോ, കേപ്പ് വെർദെ എനിക്ക് പേഴ്സണലി ആ ഒരു ഹോപ്പാണ് തന്നത്. സെയിങ് ദാറ്റ് ഡോണ്ട് ഗിവ് അപ്പ്, ഇറ്റ് വിൽ ഹാപ്പൻ, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മുടെ ഒരു ബിഗ് പോപ്പുലേഷൻ നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു അതൊരു ബ്രില്യൻസ് ആണ്. സെയിങ് ദറ്റ് ഇത്രയും ആൾക്കാരിൽ നിന്ന് നമുക്ക് മൊത്തം ഒളിമ്പിക്സിൻ്റെ ചാർട്ട് വേണമെങ്കിൽ അടിച്ച് ഗോൾഡ് മെഡൽ ആക്കാം, വേണമെങ്കിൽ നമുക്ക് എല്ലാ സ്പോർട്ടിലും ഗോൾഡ് മെഡൽ മേടിക്കാം. അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. ബേസിക്കലി നിങ്ങൾ ഒരു സീവിങ് പ്രോസസ്സ് ചെയ്താലും അരിച്ചെടുക്കുന്ന പോലെയാണ്. അങ്ങനെയാണല്ലോ പുറത്തൊക്കെ ഈ ടോപ്പ് ടീംസിനെ സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയാണല്ലോ 1000 ആൾക്കാരിൽ നിന്ന് പിന്നെ കുറഞ്ഞ് വന്നിട്ടാണ് ഒരാൾ ആ കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോസസ്സ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കാണ്. പക്ഷെ നമ്മളുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അതും നമ്മളുടെ ഇത്രയും ഡൈവേഴ്സിറ്റിയാണ് നമ്മളുടെ ഇൻ എ വേ ദ കേഴ്സ് ആൻഡ് ദ ബ്രില്യൻസ് എന്ന് പറയുന്ന പോലെ.